ഹായ്, ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ ടോപ്പിക്ക് GST പാർട്ട് 25, പാർട്ട് 1 തൊട്ട് 24 വരെയുള്ള പാഠഭാഗങ്ങൾ വീഡിയോസ് നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെയും TDSൻ്റെയും വീഡിയോസ് നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വളരെ പ്രധാനപ്പെട്ട പ്രാക്ടിക്കലായിട്ടുള്ള വീഡിയോസാണ് ഓരോ പ്രാവശ്യവും എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമുക്ക് നോക്കുക. ഇന്നത്തെ ടോപ്പിക്ക് GST പാർട്ട് 25. ഇതിൽ ഇന്ന് എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് KFC, കേരള ഫ്ലഡ് സെസ് ആണ്. അതിനെക്കുറിച്ച് ഒരു 4 പ്രധാനപ്പെട്ട പോയിന്റാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കുക. കേരള ഫ്ലഡ് സെസ്സിന് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടോ? നിങ്ങൾക്കറിയാം, 1 ഓഗസ്റ്റ് 2019 തൊട്ടിട്ട് നിങ്ങൾ KFC അല്ലെങ്കിൽ കേരള ഫ്ലഡ് സെസ് എന്ന റിട്ടേൺ 3Bയുടെ കൂടെ ഫയൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, B2C സപ്ലൈയുടെ മുകളിൽ 1%. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു 1/8/2019 തൊട്ടിട്ട് നിങ്ങൾ എല്ലാ മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് അതല്ല. കേരള ഫ്ലഡ് സെസ്സിന് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് നമ്മുടെ ടോപ്പിക്ക്. കാരണം ഇതിനെക്കുറിച്ച് പല ആൾക്കാർക്കും ഒരു ധാരണയുമില്ല. കുറേ ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചത്. നോക്കുക. ആസ് പെർ കേരള ഗസറ്റ് ഡേറ്റഡ് 30/7/2019, 30/7/2019 വന്ന കേരള ഗസറ്റ് പ്രകാരം നോട്ടിഫിക്കേഷൻ നമ്പർ GOP നമ്പർ 116/2019 ടാക്സസ് സെക്കൻഡ് പേജിലാണ്. പോയിന്റ് നമ്പർ 6 നോക്കുക. 6th പോയിന്റിൽ ആ വേർഡ് കേരള ഗസറ്റിലെ ആ വേർഡ് അങ്ങനെ തന്നെ കോട്ട് ചെയ്തിരിക്കുകയാണ്. ആനുവൽ റിട്ടേൺ. എവറി ടാക്സബിൾ പേഴ്സൺ liable to make payment of Kerala flood cess shall file annual return in form KFCA on or before the due date for the month of September following the end of financial year. നോക്കുക. എവറി ടാക്സബിൾ പേഴ്സൺ liable to make payment of KFC അടക്കാൻ ബാധ്യതയുള്ള എല്ലാ ടാക്സബിൾ പേഴ്സണും എന്ത് ഫയൽ ചെയ്യണം? ആനുവൽ റിട്ടേണും ഫയൽ ചെയ്യണം. ഷാൾ ഫയൽ ആനുവൽ റിട്ടേൺ ഇൻ ഫോം KFCA. ഏത് ഫോമിലാണ്? KFCA എന്ന ഫോമിലാണ് ഫയൽ ചെയ്യേണ്ടത്. എപ്പോഴാണ് ഫയൽ ചെയ്യേണ്ടത്? ഓൺ ഓർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ ഫോളോയിങ് ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ആ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് വരുന്ന സെപ്റ്റംബർ 30th ഉള്ളിൽ ഏത് ഫയൽ ചെയ്യണം? KFCയുടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഉദാഹരണത്തിന് ഈ 2019-20, അതായത് 2020 മാർച്ചിന് എൻഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിലെ KFC ആനുവൽ റിട്ടേൺ ഈ വരുന്ന സെപ്റ്റംബർ 30th ഉള്ളിൽ വേണം ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. At the time of filing annual return, the taxable person can incorporate any amendment required in the details furnished in the monthly returns filed, and if it results in any additional liability, the same shall be paid along with interest. അതിന്റെ കൂടെ തന്നെ എന്താണ് പറയുന്നത്? At the time of filing annual return, the taxable person can incorporate any amendment required in the details furnished in the monthly returns filed. നിങ്ങൾ KFC മന്ത്ലി റിട്ടേൺ ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ട്, എന്തെങ്കിലും അമെൻമെന്റ് ഉണ്ട്, അതായത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി എന്ത് ചെയ്യണം? At the time of filing annual return, the taxable person can incorporate any amendment. ആ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ടാക്സബിൾ പേഴ്സൺ ആ കറക്ഷനും കൂടി വരുത്തണം at the time of annual return. അപ്പോൾ നോക്കുക. ആൻഡ് ഇഫ് ഇറ്റ് റിസൾട്ട്സ് ഇൻ എനി അഡീഷണൽ ലയബിലിറ്റി, ദ സെയിം ഷാൽ ബി പെയ്ഡ് അലോങ് വിത്ത് ഇൻട്രസ്റ്റ്. ആൻഡ് ഇഫ് ഇറ്റ് റിസൾട്ട്സ് ഇൻ എനി അഡീഷണൽ ലയബിലിറ്റി, ആ കറക്ഷൻ നിങ്ങൾ വരുത്തുമ്പോഴേക്ക് എന്തെങ്കിലും അഡീഷണൽ ലയബിലിറ്റി, അതായത് അടക്കാനാണ് വരുന്നതെങ്കിൽ, ഇതുവരെ അടച്ചത് ഷോർട്ട് പെയ്ഡ് ആണ് എങ്കിൽ അതും കൂടി എന്ത് ചെയ്യണം? ദ സെയിം ഷാൽ ബി പെയ്ഡ് അലോങ് വിത്ത് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിന്റെ കൂടെ അതും കൂടി അടക്കാൻ കുറവ് വന്നിട്ടുള്ള ഭാഗം കൂടി അടക്കണം എന്ന ഒരു ഇതാണ് 6th പോയിന്റിൽ ആനുവൽ റിട്ടേൺ എന്ന ഹെഡിങ്ങിൽ കേരള ഗസറ്റ് 30/7 പുറത്തിറക്കിയതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോഴും KFCക്ക് കേരള ഫ്ലഡ് സെസ്സിന് ആനുവൽ റിട്ടേൺ ഉള്ള കാര്യം ബഹുഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല.
ഇനി അത് സെപ്റ്റംബറിലാണ് ഫയൽ ചെയ്യേണ്ടെന്ന കാര്യവും അറിയില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിരവധി കോളുകൾ വന്നതിന് ശേഷമാണ് ഞാനിതൊരു പോയിന്റായിട്ട് മുമ്പേ നോട്ട് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇപ്പോഴും അതിന് ലാസ്റ്റ് ഡേ ഒരു കോൾ ഉണ്ടായത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈ ടോപ്പിക്ക് ഇത് തന്നെ പറയാം. കാരണം ഏകദേശം അടുത്ത് പോയി. അപ്പോൾ ആരെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് കറക്ഷനോ കാര്യങ്ങളോ ചെക്കിങ്ങോ ഉണ്ടെങ്കിൽ മുൻകൂട്ടി നോട്ട് ചെയ്ത് വെച്ചോട്ടെ, പിന്നെ മറന്നു പോകണ്ട എന്നുള്ള രീതിയിലാണ് ഇന്ന് തന്നെ ഈ ടോപ്പിക്ക് ചർച്ചയ്ക്ക് എടുത്തത്. ഇനി അടുത്ത പോയിന്റ് നോക്കുക. 6th കഴിഞ്ഞ് 7th, സെൽഫ് അസസ്മെന്റ്. Where the return filed are found to be correct, the assessment relating to the return period shall be deemed to have been completed on filing annual return. Where the return filed are found to be correct. ഇനി നിങ്ങൾ ഈ സെൽഫ് അസസ്മെന്റ് ആയിട്ട് ഇപ്പോഴും നേരത്തെ പറഞ്ഞല്ലോ എന്ത് ചെയ്യണം, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇനി അത് എന്ത് ചെയ്യണം, മന്ത്ലി ഫയൽ ചെയ്ത് ചെക്ക് ചെയ്ത് വരുമ്പോഴേക്ക് നിങ്ങളുടെ ആ ടോട്ടൽ ഫിഗറിന്റെ, അതായത് ഏതെല്ലാം B2C എത്ര നിങ്ങൾ ആനുവലി ചെയ്തിട്ടുണ്ട് അതിന്റെ 1%, ആ ടോട്ടലിന്റെ 1% ആയിരിക്കണം ഏത് KFC എമൗണ്ട്. ഇനി ആ എമൗണ്ട് നിങ്ങൾ കളക്ട് ചെയ്ത് കറക്റ്റ് തന്നെ ഗവൺമെന്റിലേക്ക് അടച്ചിട്ടുണ്ടോ? ഇല്ല, ഷോർട്ട് പെയ്ഡ് ആണ് അടച്ചിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് അടക്കം നിങ്ങൾ ബാക്കിയുള്ള എമൗണ്ട് അടക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് അടച്ച് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, സെൽഫ് അസസ്മെന്റ്. നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് സെൽഫ് അസസ്മെന്റ് ആണ്. ഇനി അങ്ങനെ സെൽഫ് അസസ്മെന്റ് നടത്തി ആനുവൽ റിട്ടേൺ നല്ല കറക്റ്റായിട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് കണക്ക് കൂട്ടും, ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ കംപ്ലീറ്റഡ് ഓൺ ഫയലിംഗ് ഓഫ് ആനുവൽ റിട്ടേൺ. അങ്ങനെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ തന്നെ ആ അസസ്മെന്റ് എന്താണ്, അസസ്മെന്റ് റിലേറ്റിംഗ് ടു ദ റിട്ടേൺ പീരീഡ്, ആ പീരീഡിലെ അസസ്മെന്റ് കഴിഞ്ഞതായിട്ട് കണക്ക് കൂട്ടും. ഇനി അങ്ങനെയല്ല, ഡിറ്റർമിനേഷൻ ഓഫ്, അടുത്ത പോയിന്റ് ഡിറ്റർമിനേഷൻ ഓഫ് KFC നോട്ട് പെയ്ഡ് ഓർ ഷോർട്ട് പെയ്ഡ്. ഇനി എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ അടച്ച് ചെയ്തിട്ട് ഇതന്നെയാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നോ? ഇല്ല. എന്ത് ചെയ്യും, പ്രോപ്പർ ഓഫീസർ അത് ചെക്ക് ചെയ്യും. പ്രോപ്പർ ഓഫീസർ ചെക്ക് ചെയ്തിട്ട് അത് ഷോർട്ട് പെയ്ഡ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ, നോട്ട് പെയ്ഡ് ഓർ ഷോർട്ട് പെയ്ഡ്, ഡിറ്റർമിനേഷൻ ഓഫ് KFC നോട്ട് പെയ്ഡ് ഓർ ഷോർട്ട് പെയ്ഡ്, പ്രോപ്പർ ഓഫീസർ ഷാൽ സെർവ് നോട്ടീസ് ഇൻ ഫോം KFC AA. അത് പ്രോപ്പർ ഓഫീസർ എന്ത് ചെയ്യും, ഷാൽ സെർവ് നോട്ടീസ്, നിങ്ങൾക്ക് ഒരു നോട്ടീസ് തരും. ഏത് ഫോമിലാണ്, KFC AA എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമിലാണ് ആ നോട്ടീസ് നിങ്ങൾക്ക് കിട്ടുക. എന്തിനുള്ളത്, നോട്ട് പെയ്ഡ്, ഷോർട്ട് പെയ്ഡ്. അതിൻ്റെ അകത്ത് ഉണ്ടാവും എത്ര പൈസ നിങ്ങൾ അടക്കാൻ വേണ്ടിയിട്ട്, അടക്കാത്ത എമൗണ്ട് അല്ലെങ്കിൽ കുറച്ച് അടച്ച എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് 18% ആനുവലി. അതായത് നിങ്ങൾ ഒന്നിക്കൽ അടച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കുറച്ച് അടച്ചിട്ടുണ്ടാവും. ആ എമൗണ്ട് പ്ലസ് 18% ഇൻട്രസ്റ്റും കൂടിയിട്ട് വേണം ഏതടക്കാൻ വേണ്ടിയിട്ട്, ഈ KFC അടക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തു, അത് അതിൻ്റെ അകത്ത് നമ്മളേതായ കാൽക്കുലേഷൻ നടത്തി അതങ്ങ് കടന്നു വിടലല്ല. എന്ത് ചെയ്യും, പ്രോപ്പർ ഓഫീസർ ചെക്ക് ചെയ്യും നമ്മുടെ ആ ടോട്ടൽ എമൗണ്ടിന്റെ 1% തന്നെയാണോ വന്നിരിക്കുന്നത്, അല്ല കുറച്ചാണ് അടച്ചിരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും, ഒരു നോട്ടീസ് പ്രോപ്പർ ഓഫീസർ നമുക്ക് അയക്കും, KFC AA എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് നമ്മൾ അടക്കാത്ത എമൗണ്ട് അല്ലെങ്കിൽ ഷോർട്ട് എമൗണ്ട് ഉണ്ടാവും, അതിൻ്റെ കൂടെ 18% ഇൻട്രസ്റ്റ് ആനുവലിയും കൂടി നമ്മൾ അടക്കണം. ഇനി 9th പോയിന്റ്, സമ്മറി അസസ്മെന്റ് ഓർഡർ. ഇനി ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു അസസ്മെന്റ് ഓർഡർ KFC AAA എന്ന പേരിൽ നമുക്ക് തരും. KFC AAA എന്നാണ് ആ അസസ്മെന്റ് ഓർഡറിന്റെ പേര്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയാണ് KFCയുടെ ചുരുക്കം ഇത്. അപ്പോൾ KFCയുടെ ആനുവൽ റിട്ടേണിന്റെ കാര്യം മറക്കാതെ നോട്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞു കൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.